ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയെ പെണ്ണ് കാണാൻ ഒരു പ്രായമുള്ള ആൾ വരികയാണ്. പക്ഷേ ആർക്കും ആ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എങ്കിലും ജയപാലൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ശാരദ ആ കല്യാണം നടക്കണമെന്ന് തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. കാരണം തനിക്ക് ഒരു ചെറുക്കനെ കണ്ടെത്താനോ അതിനൊന്നും ഉള്ള കഴിവില്ല. ജയപാലൻ മുന്നിട്ടിറങ്ങി ഗംഗയ്ക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവരുമ്പം അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഇനി ഗംഗയുടെ കല്യാണം പോലും നടക്കാതെ നിന്നു പോകുമോ എന്നുള്ള പേടിയൊക്കെയാണ് ശാരദയ്ക്ക്. അതുകൊണ്ട് തന്നെ മക്കളെല്ലാം തന്നെ ഈ പേരിൽ ഒറ്റപ്പെടുത്തിയിട്ടും ഗംഗയുടെ മുന്നിൽ കരയുകയാണ്. അപ്പോൾ ഗംഗയ്ക്ക് അമ്മയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാവുകയാണ്. മക്കളിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുടെ കാര്യവും അത് നോക്കൂലോ എന്നൊക്കെയുള്ള ചിന്തയാണ് ശാരദയുടെ മനസ്സിൽ വന്ന് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആ വിവാഹത്തെ നമ്മുടെ ഗംഗ എതിർക്കുന്നുമില്ല. ഇപ്പം ഗംഗയുടെ ഈ നിസ്സംഗഭാവം നമ്മുടെ കാവേരി ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചി ഇത് എന്ത് ഭാവിച്ച? ചേച്ചിയുടെ ജീവിതം ഒരു പ്രായമായ ആളുടെ കൂടെ ഹോമിക്കാനുള്ളതാണോ? ഞങ്ങൾക്ക് ആർക്കും ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് രക്ഷപ്പെടുകയും വേണ്ട എന്നൊക്കെ കാവേരി പറയുന്നുണ്ട്. അപ്പോൾ കാവേരിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. നീ ഇങ്ങനെ ദേഷ്യപ്പെടലേ കാവേരി, അമ്മയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു കാര്യവും ചെയ്യാൻ സ്വന്തമായിട്ടൊരു കഴിവുള്ള ആളല്ല നമ്മുടെ അമ്മ. ഇപ്പം ഈ വിവാഹാലോചന മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഒരിക്കലും നടക്കാതെ പോകുമോ? നമ്മൾക്ക് ആർക്കും ഒരു ജീവിതമില്ലാതായി പോകുമോ എന്നൊക്കെയുള്ള പേടിയാ. നീ അതൊന്ന് മനസ്സിലാക്കുക എന്ന് പറയാൻ കേട്ടോ. അതുപോലെ തന്നെ ശാരദ ആ കല്യാണം നടത്താൻ തന്നെ മുന്നോട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ കാവേരിക്കും കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ അങ്ങനെ ഗംഗയുടെ കല്യാണം നിശ്ചയം വരെ എത്തിച്ചേർക്കുകയാണ് ജയപാലൻ. കാവേരി ഒരുപാട് എതിർത്തിട്ടും അമ്മയുടെയും അതുപോലെ ഗംഗയുടെയും നിസ്സംഗഭാവം കാരണം അതിനെ മറികടന്ന് ഒന്നും ചെയ്യാൻ കഴിയാതായി പോവുകയാണ് കാവേരിക്ക്. അപ്പം നിശ്ചയത്തിൻ്റെ അന്ന് എല്ലാവരും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ ഒരുങ്ങി ഇറങ്ങുമ്പോൾ പോലും കാവേരി പറയുന്നുണ്ട്, ചേച്ചിയുടെ ജീവിതമാണ്, ചേച്ചി അമ്മയുടെ വാക്ക് കേട്ട് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതോർത്ത് ഒരുപാട് വേദനിക്കേണ്ടി വരും. ചേച്ചി ഇങ്ങനൊരു തീരുമാനം എടുക്കരുത് എന്ന് പറയാം. പക്ഷേ നമ്മുടെ ഗംഗ അത് ഒന്നും മിണ്ടാതെ തന്നെ നിശ്ചയത്തിന് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ആ ചെറുക്കൻ്റെ മടിയിലേക്ക് വന്ന് ഒരു കുട്ടി വന്നിരിക്കുന്നത്. അച്ഛ, എന്താ അച്ഛ ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ എന്നതാ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് അച്ഛ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പം ശാരദയും മക്കളും ഒക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ചെറുക്കൻ്റെ അമ്മ വന്ന് പറയും, മോനെ ഇങ്ങനെ എഴുന്നേറ്റ് വാ, അച്ഛമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് പറയാണ്. അപ്പം തന്നെ കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവുക. അപ്പം കാവേരി അവിടെ വന്ന് നിന്ന് ചോദിക്കും, ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ടാണല്ലേ എൻ്റെ ചേച്ചിയെ നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് കൊണ്ടുവന്നത് എന്ന് ജയപാലനോട് ചോദിക്കുക. അപ്പം ജയപാലൻ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. അപ്പം ശാരദയും പറയും, ഈ നിശ്ചയം നടത്താൻ എനിക്ക് ഇപ്പോൾ ഒരു താല്പര്യവും ഇല്ല. സത്യം പറ ജയപാലേട്ടാ, ഇയാൾ രണ്ടാം കെട്ടുകാരനല്ലേ, ഇയാളുടെ മകനല്ലേ ഇത് എന്ന് ചോദിക്കുകയാണ് ചെറുക്കനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അത് പിന്നെ ശാരദ, ഞാൻ ഇതെങ്ങനെ പറയുമെന്ന് കരുതിയിരുന്നതാ, നിങ്ങളെ അറിയിക്കണമെന്ന് കരുതിയതാ. പക്ഷേ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാ. ഒന്നും സ്ത്രീധനമായിട്ട് കൊടുക്കാനൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാ ഗംഗയ്ക്ക് നല്ലൊരാലോചന വരിക എന്ന് ചോദിക്കുകയാണ്. ജയപാലന്റെ ഭാര്യ പ്രവീണയും അവിടെയുണ്ട്. പ്രവീണയുടെ അടുത്ത് ചെന്നിട്ട് ശാരദ ചോദിക്കും, നിങ്ങളുടെ മകൾ രാഗിണിക്ക് ഇങ്ങനൊരു ആലോചന വരുന്നതെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നോ എന്ന് ചോദിക്കുക. അത് പിന്നെ ശാരദയെ, രാഗിണിയുടെ അവസ്ഥയാണോ ഗംഗയ്ക്ക്? രാഗിണിയുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്താൻ ഞാൻ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അവൾക്ക് ഇഷ്ടം പോലെ സ്വത്തുമുണ്ട്. അതുപോലത്തെ അവസ്ഥയാണോ ഗംഗയ്ക്ക് ഇപ്പോൾ ഉള്ളത്? അതുകൂടി ശാരദ ചിന്തിച്ചിട്ട് വേണം ഞങ്ങളുടെ പ്രതി ആക്കാൻ എന്ന് പറയാൻ കേട്ടോ. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശാരദ തന്നെ അവിടെ അവരെ വന്ന് എല്ലാവരെയും ഇറക്കി വിടുകയാണ് കേട്ടോ. അപ്പോൾ ജയപാലന് ദേഷ്യം വരിക. ഇവരെ എല്ലാവരെയും അപമാനിച്ച് വിട്ട് കഴിഞ്ഞാൽ ശാരദ തന്നെ ഇനി ഗംഗയ്ക്ക് പറ്റിയ ഒരു ആലോചന കൊണ്ടുവന്നാൽ മതി. എന്നോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട. ഇനി നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഒരു സഹായത്തിനും ഞാനിട്ട് ഇറങ്ങി തിരിക്കുകയില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, വേണ്ട, ജയപാലേട്ടൻ സഹായിച്ചിടത്തോളം തന്നെ ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട. എൻ്റെ മോളുടെ കല്യാണം അത് ഞാൻ നടത്തിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ജയപാലനും പ്രവീണയും ഒക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. അപ്പം നമ്മുടെ കാവേരി വന്നിട്ട് ശാരദയോട് പറയും, അമ്മ ഇനിയെങ്കിലും ഗംഗേച്ചിയുടെ ജീവിതം വെച്ച് കളിക്കരുത്. അമ്മയ്ക്ക് എന്താ ഇങ്ങനെയൊക്കെ ചിന്ത വന്നത്? ആ കിളവൻ്റെ ഒപ്പം ഗംഗേച്ചിയെ കല്യാണം കഴിച്ച് കൊടുക്കരുതെന്ന് 1000 തവണ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? ഈ നിശ്ചയം വരെ ഈ കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? അയാളുടെ സത്യാവസ്ഥ ഇപ്പോഴെങ്കിലും മനസ്സിലായി
കാവേരി ചോദിക്കും, അമ്മയോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ ആ ജയബാലൻ കൊണ്ടുവന്ന ഈ ആലോചനയുടെ പിന്നാലെ പോകരുതെന്ന്. അയാൾക്ക് എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന്. ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? ദേ ഇനിയും അമ്മ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടി ഗംഗേച്ചയുടെ ജീവിതം ദയവ് ചെയ്ത് ഹോമിക്കരുത്. ഞങ്ങൾ 4 പെൺമക്കൾ അമ്മയ്ക്ക് അത്ര ഭാരമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും എവിടെയെങ്കിലും പോയി മരിച്ചോളാം. അപ്പം അമ്മയ്ക്ക് സമാധാനം ആകൂലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആകെ നെഞ്ചു തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ശാരദ നിൽക്കുകയാണ്. താൻ ഒറ്റ ഗംഗയെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതെന്നുള്ള കുറ്റബോധം കാരണം ആകെ തകർന്നു പോവാണ് കേട്ടോ ശാരദ നേരെ വിനീതിനെ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം വിനീതിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, മോനെ വിനീതേ, അമ്മായി നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട നിനക്കത് സാധിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ വിനീത് പറയും, എന്ത് ചോദ്യം അമ്മായി ഈ ചോദിക്കുന്നത്? അമ്മായിക്ക് എന്തും എന്നോട് ആവശ്യപ്പെടത്തില്ലേ? എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നടത്തി തരാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് ഗംഗയെ നീ കല്യാണം കഴിക്കാവോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം വിനീതിന് ഒരുപാട് സന്തോഷം വരിക. അപ്പം വിനീത് ചോദിക്കും, ഗംഗയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണോ? അമ്മായി മനസ്സറിഞ്ഞ് തന്നെ സമ്മതിച്ചതാണോ എന്ന് ചോദിക്കുക. അതേ മോനെ, എനിക്ക് നിന്നോടല്ലാതെ വേറെ ആരോടും സഹായം ചോദിക്കാനില്ല. ഗംഗയ്ക്ക് വേണ്ടി ഒരു വിവാഹാലോചന കൊണ്ടുവരാനോ നടത്തിക്കാനോ ഒന്നുമുള്ള കഴിവ് എനിക്കില്ല. അതുകൊണ്ട് നീ അവളെ കല്യാണം കഴിക്കുമോ? എനിക്കറിയാം സുജാത ഒരിക്കലും സമ്മതിക്കില്ലെന്നും അവളുടെ വാക്കുകളെ എതിർത്തുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ വിനീത് പറയും, അമ്മായി എന്തൊക്കെയായി ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? അമ്മയെ കൊണ്ട് കല്യാണത്തിന് സമ്മതിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഗംഗയെ എനിക്ക് പൂർണ്ണ മനസ്സോടെ നിങ്ങൾ കല്യാണം കഴിച്ച് തന്നാൽ അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് 100 വട്ടം സമ്മതമാ എന്ന് പറയാണ് കേട്ടോ നമ്മുടെ വിനീത്. പക്ഷേ അമ്മ ഈ കാര്യങ്ങളൊക്കെ ഗംഗയോട് പറയുമ്പം ഗംഗയ്ക്ക് ആകെ കുറ്റബോധം തോന്നുക. 2 തവണ വിനീതിനെ താൻ തഴഞ്ഞതാ, എന്നിട്ട് വീണ്ടും വിനീതിന് മുന്നിൽ തന്നെ ഒരു ജീവിതത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന ഗതികേട് തനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ തല കുനിച്ച് നിൽക്കുകയാണ് ഗംഗ. അതേസമയം കാവേരിയും യമുനയും ഒക്കെ വന്ന് പറയൂ കേട്ടോ, ചേച്ചി സമ്മതിക്കുക, വിനീതേട്ടൻ ചേച്ചിയെ പൊന്നുപോലെ നോക്കും എന്ന് കാവേരി പറയാം. അപ്പം നമ്മുടെ രാധമ്മയും പറയും, എത്ര വട്ടം നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതാ വിനീതിനെ ഗംഗയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? 2 തവണ വെള്ളമാരുടെയൊക്കെ മുന്നിൽ ഇവളെ ഇങ്ങനെ ഒരുക്കി നിർത്തേണ്ട കാര്യം ഉണ്ടായോ? നിനക്ക് ഇപ്പോഴാണോ ശാരദ തലയ്ക്ക് വെളിവ് വീണത് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, അമ്മേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ആ തെറ്റ് ഞാൻ തന്നെ തിരുത്തും. സുജാത ഗംഗയെ കല്യാണം കഴിക്കാൻ വിനീതിനെ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അവളോട് പോകാൻ പറ. ഗംഗയെ വിവാഹം കഴിക്കാൻ പോകുന്നത് വിനീത അല്ലാതെ സുജാത അല്ലല്ലോ. സുജാത വിനീതിൻ്റെ അമ്മ മാത്രമാണ്. കാര്യങ്ങൾ പറഞ്ഞ് വിനീത് തന്നെ അവളെ മനസ്സിലാക്കിപ്പിച്ചോളും എന്ന് നമ്മുടെ രാധമ്മ പറയാണ് കേട്ടോ. എന്തായാലും കാവേരിക്കും യമുനയ്ക്കും നിലയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. തങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ വിനീതേട്ടൻ ഗംഗേച്ചിയെ കല്യാണം കഴിക്കാൻ പോവുക. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ജയബാലന് ഒരുപാട് ദേഷ്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ജയബാലൻ ശാരദയുടെ അടുത്തേക്ക് വരിക. അല്ല ശാരദ, നീ തന്നെ വെല്ലുവിളിച്ചിട്ട് ഗംഗയ്ക്ക് കല്യാണാലോചന വല്ലതും കണ്ടുപിടിച്ചോ എന്നൊക്കെ പുച്ഛത്തോടെ ചോദിക്കും. അത് കേൾക്കുമ്പം ശാരദ പറയും, ജയബാലേട്ടൻ ഇവിടേക്ക് ഇനി വരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കാര്യം അന്വേഷിക്കാൻ കയറി വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശാരദയ്ക്ക് ഏകദേശം ജയബാലൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ പറയും, ഞാനേ എൻ്റെ മോൾക്ക് കല്യാണം നടത്തുമെന്ന് പറഞ്ഞാൽ അത് നടത്താൻ എനിക്കറിയാം. എൻ്റെ മോൾ ഗംഗയെ വിനീത് കല്യാണം കഴിക്കും. ആ കല്യാണത്തിന് ദിവസം കുറിക്കുമ്പം ജയബാലേട്ടൻ്റെ അടുത്ത് വന്ന് ഉറപ്പായിട്ടും പറയാം എന്ന് പറയാം. അത് കേൾക്കുന്ന ജയബാലന് ഒരുപാട് ദേഷ്യം വരികയാണ് കേട്ടോ. ഈ സ്നേഹതീരത്തിൻ്റെ കൺട്രോൾ തൻ്റെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുവാണ് എന്ന് ജയബാലന് മനസ്സിലാകുകയാണ്. ആ തിരിച്ചറിവ് അയാളെ വളരെ ക്രൂരമായൊരു മൃഗത്തോട് സമമാക്കി മാറ്റുകയാണ്. എങ്ങനെയും ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണം മുടക്കണമെന്ന് തന്നെ അയാൾ തീരുമാനിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിനീത് കാര്യങ്ങളൊക്കെ സുജാത നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്ത് ജയബാലൻ തന്നെ വിളിച്ച് സുജാതയോട് കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേൾക്കുന്ന സുജാതയ്ക്ക് ഒരുപാട് ദേഷ്യം വരിക. അപ്പം വിനീത് വീട്ടിൽ വരുമ്പം തന്നെ ചോദിക്കുകയാണ്, നീ നിന്റെ കല്യാണമൊക്കെ സ്വയം ഉറപ്പിച്ചെന്ന് അറിഞ്ഞു കേട്ടല്ലോ. അല്ല, പെറ്റ തള്ളയായ എന്നോടും സ്വന്തം കൂടപ്പിറപ്പായ ഗീതയോട് നീ വല്ലതും പറയുന്നുണ്ടോയെന്നറിയാൻ ചോദിച്ചതാ. നാട്ടുകാരെ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്നാ നിന്റെ കല്യാണം ഞങ്ങളും വരണമെന്നറിയാൻ ചോദിച്ചതാ എന്ന് പറയും. അമ്മ എന്തൊക്കെയായി പറയുന്നേ? എന്നോട് അമ്മായി ഗംഗയെ കല്യാണം കഴിക്കാമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ സമ്മതവും പറഞ്ഞു. അല്ലാതെ കല്യാണ തീയതി ഒന്നും എടുത്തിട്ടില്ല എന്ന് വിനീത് പറയാം. ഓഹോ, അവൾ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവൾ ചെയ്തതെല്ലാം മറന്ന് നീ അങ്ങ് സമ്മതിച്ചു കൊടുത്തല്ലേ? നിനക്ക് ഒരു തള്ളയും പെങ്ങളും ഉള്ള കാര്യം നീ അങ്ങ് മറന്നുപോയോ? നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് ഒരു അവകാശവും ഇല്ലേ എന്ന് ചോദിക്കാം. അമ്മ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത്? അപ്പം ഗീതയും പറയും, എടാ അവൾ നിന്നെ എന്തുമാത്രം അപമാനിച്ചതാടാ, നാണം കെടുത്തിയതാ.
നിനക്ക് ഒരു വിലയും തരാതല്ലേ അവള് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്, എന്നിട്ടും അവളുടെ പിന്നാലെ നടക്കാൻ നിനക്ക് ഒരു നാണമില്ലേ എന്ന് പെട്ടെന്ന് നമ്മുടെ വിനീത് പറയും, ചേച്ചി അമ്മേ ഞാനൊരു കാര്യം പറയാം, ഗംഗയല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഈ ജന്മം എനിക്ക് സാധിക്കില്ല. എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഗംഗയല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അവളെ നഷ്ടപ്പെടുത്തുന്ന കാര്യം എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാനത് 2 തവണ അനുഭവിച്ചതാ. ഇനി ഒരിക്കൽ കൂടി എനിക്ക് അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്ന് പോലും ഉറപ്പില്ല. ഇപ്പം ദയവായിട്ടാ ഗംഗയെ എനിക്ക് കിട്ടുന്ന രീതിയിൽ അവസരം ഒരുക്കി തന്നത്. ദയവ് ചെയ്ത് നിങ്ങളായിട്ട് അതിന് മുടക്കം വരുത്തരുത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം സുജാതയ്ക്ക് ഒരുപാട് ദേഷ്യം വരിക. സുജാത പറയും, ഓഹോ എന്നെക്കാളും നിനക്ക് വലുത് അവളാണല്ലേ, നിന്റെ പെറ്റ അമ്മയായ എന്നെക്കാളും വലുത് അവളാണെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത്രയും കാലം ഞാൻ ജീവിച്ചത് മുഴുവനും എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയാ. ചെറിയ കാലത്ത് തന്നെ ഞാൻ വിധവയായവളാ. എന്നിട്ടും എല്ലാ സങ്കടങ്ങളും കടിച്ചു പിടിച്ച് ജീവിച്ചത് എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടായി കാണാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് ആ മക്കൾക്ക് പോലും എൻ്റെ വാക്കിന് വില നൽകുന്നില്ലെങ്കിൽ പിന്നെ ഈ സുജാത എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നെഞ്ചു തടുത്ത് കരയാണ് കേട്ടോ. ഇത് കാണുന്ന ഗീത ചോദിക്കും, നിനക്കിപ്പോൾ സമാധാനം ആയോടാ, നമ്മുടെ അമ്മയെക്കാളും നിനക്ക് വലുത് ആ ഗംഗയാണല്ലേ എന്ന് ചോദിക്കാം. വിനീത് പറയും, അമ്മയുടെ ഈ വക അഭിനയത്തിലൊന്നും ഞാൻ വീടില്ല. അമ്മ വെറുതെ ഇങ്ങനെ പറയുന്നതാണെന്നും എനിക്കറിയാം. വെറുതെയോ, നീ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കാല് കുത്തിയാൽ ആ നിമിഷം ഈ സുജാത മരിക്കും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വിനീതിന് ആകെ സങ്കടം വരിക, തൻ്റെ ഗംഗയെ തനിക്ക് വീണ്ടും അമ്മ നഷ്ടപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ചിന്ത വരികയാണ് കേട്ടോ. ഇതേസമയം പിറ്റേ ദിവസം തന്നെ സ്നേഹതീരത്തേക്ക് നമ്മുടെ വിനീത് ചെല്ലുക. അപ്പം വിനീതിൻ്റെ മുഖഭാവമൊക്കെ കാണുമ്പോൾ രാധമ്മയ്ക്ക് മനസ്സിലാവുക. അപ്പം രാധമ്മ ചോദിക്കും, സുജാത ഈ കല്യാണക്കാരും അറിഞ്ഞു അല്ലേ, സുജാത കല്യാണക്കാരും അറിഞ്ഞു അല്ലേ ഗംഗയെ കല്യാണം കഴിക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ല അല്ലേ എന്ന് ചോദിക്കാം. അത് പിന്നെ മുത്തശ്ശി, അമ്മയ്ക്ക് ഗംഗയെ ഞാൻ കല്യാണം കഴിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല, അമ്മ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയാം. ഇത് കേട്ടുകൊണ്ട് വരുന്ന ശാരദയെ നെഞ്ചത്ത് കൈവയ്ക്കുക. മോനെ നീ എന്താ ഈ പറയുന്നേ, ഗംഗയെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കാം. അമ്മായി വാക്ക് തന്നത് ഈ ഞാനാണെങ്കിൽ അമ്മായി ഒന്നുകൊണ്ടും പേടിക്കണ്ട. എൻ്റെ അമ്മയെ എനിക്കറിയാം, അമ്മ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ പറയുന്നത്. അമ്മയ്ക്ക് എരിവ് കയറ്റി കൊടുക്കാൻ ഗീത ചേച്ചി അവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരിക്കലും ഗംഗയെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് പിന്മാറില്ല. ഇതെൻ്റെ തീരുമാനമാണ് എന്ന് പറയാം. നമുക്ക് ഗംഗയ്ക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പോകാം എന്നും പറഞ്ഞ് വിനീത് വളരെ സന്തോഷത്തിൽ തന്നെയാട്ടോ നിൽക്കുന്നത്. അപ്പം ഗംഗയാണെങ്കിൽ ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഡ്രസ്സ് എടുക്കാൻ വരുന്നില്ലേ, ചേച്ചിക്കുള്ള കല്യാണ സാരി എടുക്കാനാണ് വിനീതായിട്ട് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് പറയാം. അത് പിന്നെ എനിക്ക് കുറച്ചധികം ബ്ലൗസുകൾ തയ്ക്കാനുണ്ട്, നിങ്ങൾ പോയി എടുത്തിട്ട് വാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി എനിക്കും ഇഷ്ടപ്പെടും എന്ന് കാവേരിയോട് പറയണം കേട്ടോ. അപ്പോൾ ശാരദ വന്ന് കാവേരിയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുക. എന്നിട്ട് പറയും, ഒരുപാട് വിലയുള്ള ഡ്രസ്സുകളൊന്നും നീ എടുക്കാൻ സമ്മതിപ്പിക്കരുത്, അവൻ്റെ കയ്യിലും ഒരുപാട് കാശൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ എന്ന് പറയണം കേട്ടോ. അങ്ങനെ കാവേരി നിളയും യമുനയും നിവിനും അതുപോലെ നമ്മുടെ വിനീതും കൂടിയാണ് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്നത്. ഗംഗയ്ക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാട്ടോ വരുന്നത്. ഇതേസമയം കല്യാണത്തിൻ്റെ തീയതി അടുക്കും തോറും ശാരദയ്ക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം സുജാത ഇടയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം കാര്യത്തോടടുത്തപ്പം എൻ്റെ മകനെ തന്നെ നിനക്ക് വേണമല്ലേ, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഒരിക്കലും നിന്റെ മകൾ ഗംഗയെ എൻ്റെ മകനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കില്ല എന്നൊക്കെ ശാരദയെ വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ കല്യാണം സുജാത ഏതെങ്കിലും രീതിയിൽ മുടക്കിയാൽ തൻ്റെ മോളുടെ ഭാവി എന്താകുമെന്നുള്ള ആദ്യമാണ് ശാരദയ്ക്ക്. എന്നാൽ വിനീതിൻ്റെ വാക്കിൽ പൂർണ്ണ വിശ്വാസമാണ് കാവേരിക്ക്. വിനീതേട്ടന് ഗംഗയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ കാവേരിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ വിനീതേട്ടൻ ഒരിക്കലും ഗംഗച്ചി വേദനിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള ഉറപ്പുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണ ദിവസമായി നമ്മുടെ ഗംഗയെ അനിയത്തിമാരെല്ലാവരും കൂടി മണവാട്ടിയായിട്ട് ഒരുക്കിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോവുക. ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായൊരു ചടങ്ങോടുകൂടി കല്യാണം നടത്താം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കുറേ സമയമായിട്ടും നമ്മുടെ വിനീത് വരുന്നില്ല. സമയം മുഹൂർത്തത്തോടടുത്തിട്ടും വിനീതിനെ കാണാതാകുമ്പോൾ എല്ലാവർക്കും ആദ്യം കയറും. അപ്പം നമ്മുടെ രാധമ്മ പറയും, ഈശ്വര സുജാത വല്ല പ്രശ്നം ഉണ്ടാക്കിയോ, ആ ചെറുക്കനെ അവളോട് പിടിച്ചു വെച്ചിരിക്കോ ആകുമോ എന്നൊക്കെ ചിന്തിക്കാം. ശാരദൻ പറയും, എനിക്കും അങ്ങനെ തോന്നുന്നേ അമ്മേ, അല്ലെങ്കിൽ വിനീത് ഉറപ്പായിട്ടും ഈ സമയത്ത് വന്നേനെ. അന്ന് സുജാത എന്നെ വെല്ലുവിളിച്ചിട്ടാ പോയത്,
ഗംഗയെ വിനീത് കല്യാണം കഴിച്ച അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതും അങ്ങനെ പേടിക്കാത്തത് എന്ന് പറയാൻ കേട്ടോ. പക്ഷെ മുഹൂർത്തം ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ വിനീത് ഓടിപ്പാഞ്ഞു വരിക. അപ്പം വിനീതിനെ കാണുമ്പോഴാണ് ഗംഗയ്ക്കും എല്ലാവർക്കും സമാധാനമാകുന്നത്. അങ്ങനെ വലിയ ആർഭാടമൊന്നും ഇല്ലാതെ ലളിതമായ ചടങ്ങിൽ നമ്മുടെ വിനീത് ഗംഗയെ താലി ചാർത്തി സ്വന്തമാക്കുകയാണ്. അവർ പുതിയൊരു ജീവിതം ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന സുജാത അവരെ പ്രാഗിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ എൻ്റെ വാക്ക് ധിക്കരിച്ച് ഇവളെ താലി കെട്ടിയല്ലേ, ഇനി എനിക്ക് ഇങ്ങനൊരു മകനില്ല. എൻ്റെ വീട്ടിലേക്ക് ഇവളെയും വിളിച്ചുകൊണ്ട് നീ വന്നാൽ ആ നിമിഷം ഈ സുജാത അവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശാരദ പറയാണ്, നിങ്ങൾ എന്തൊക്കെയായാലും സുജാതയുടെ അടുത്ത് പോയി അനുഗ്രഹം മേടിക്കണം എന്ന് നിർബന്ധിച്ച് അവരെ സുജാതയുടെ വീട്ടിലേക്ക് വിടാം. പക്ഷെ അവിടെ അവരെ എതിരേക്കുന്നത് നമ്മുടെ സുജാത ചൂലും പിടിച്ച് നിന്നുകൊണ്ടാണ് കേട്ടോ. എൻ്റെ അടിച്ചതിനകത്ത് നീ ഇവളെയും കൊണ്ട് കയറിയാൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇനി അതും കൂടി നിനക്ക് കാണണോ എന്ന് വിനീതനോട് ചോദിക്കാം. നിനക്കിപ്പോൾ സമാധാനം ആയല്ലോടി, എൻ്റെ മകനെ നീ വശീകരിച്ച് കൂടെ തന്നെ കൂട്ടിയല്ലോ. പെറ്റ തള്ളയെ പോലും മറന്ന് പെറ്റ തള്ളയുടെ ജീവന് പോലും വില കൽപ്പിക്കാതെയാ അവൻ നിന്റെ കഴുത്തിൽ ഈ താലി ചാർത്തിയിരിക്കുന്നത് എന്നൊക്കെ സുജിത പറയാണ്. അവരെ ആ വീടിനുള്ളിൽ കയറ്റാൻ പോയിട്ട് ഗംഗയെ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ കാവേരി അങ്ങോട്ട് വരിക. ഇതൊക്കെ കേട്ടുകൊണ്ട് വരുന്ന കാവേരിക്ക് ഒരുപാട് സങ്കടം തോന്നുക. അപ്പം കാവേരി നമ്മുടെ വിനീതിനെയും ഗംഗയും വിളിച്ചുകൊണ്ട് സ്നേഹതീരത്തേക്ക് പോവുക. ശാരദ രണ്ട് കൈകളും നീട്ടി അവരെ സ്വീകരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷം. നമ്മുടെ ഗംഗാ വിനീത് കല്യാണ വിശേഷവും അങ്ങനെ അവർ സ്നേഹതീരത്ത് ഒരു ജീവിതം ആരംഭിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.